ഇന്നത്തെ ക്ലാസ്സിൽ ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് എഴുതുന്നത്. അപ്പോൾ ഒരു നമ്പർ പ്രൈം ആണെങ്കിൽ പ്രൈം നമ്പറിനെ ആ നമ്പർ കൊണ്ടോ വൺ കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്ത് പോവുള്ളൂ. അങ്ങനെയുള്ള നമ്പറാണ് പ്രൈം നമ്പർ. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് #include stdio.h. #include ഹെഡർ ഫയൽസിൽ ലിങ്ക് ചെയ്യാനായിട്ടാണ് എഴുതുന്നത്. ഇനി ഇൻറ്റ് മെയിൻ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം മെയിൻ ഫംഗ്ഷനുള്ളിലാണ് എഴുതുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻറ്റ് നമ്പർ ഐ ഫ്ലാഗ് ഈക്വൽ ടു 0. 3 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യണം. അതിനാണ് ഇൻറ്റ് നമ്പർ. ദിസ് ഈസ് എ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 മെമ്മറി സ്പേസ് ഇവിടെ ക്രിയേറ്റ് ആകുന്നു. അതിനുശേഷം ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയ്ക്കുള്ള മെമ്മറി സ്പേസ് അവിടെ ക്രിയേറ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിളിന് ഒരു 0 വാല്യൂ ഇനീഷ്യലി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈം നമ്പർ അല്ലെങ്കിൽ ഇത് പ്രൈം അല്ലെങ്കിൽ ഉടൻ ഫ്ലാഗ് 1 ആക്കുക. അപ്പോൾ ഫ്ലാഗിലുള്ള വാല്യൂ കമ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് പ്രിൻ്റ് ചെയ്യും. ഫ്ലാഗിൽ 0 ആണെങ്കിൽ അത് പ്രൈം ആണ്, അല്ലെങ്കിൽ പ്രൈം അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുത്താം. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലാഗിൽ ഒരു 0 ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ നമ്പർ ഇത് നമുക്കൊരു ഇൻപുട്ട് കൊടുക്കണ്ടേ, നമ്പർ ഈ മെമ്മറി സ്പേസിലേക്ക്. അതിന് യൂസർക്ക് ഒരു മെസ്സേജ് കൊടുത്താലല്ലേ യൂസർക്ക് അറിയുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ യൂസർക്ക് ഒരു മെസ്സേജ് പ്രിൻ്റ് എഫിൽ എഴുതണം, എൻ്റർ എ നമ്പർ. അപ്പോൾ നമ്മൾ കമ്പൈലറിനോട് പറയുന്ന നിർദ്ദേശമാണിത്. അപ്പോൾ കമ്പൈലറിനോട് പറഞ്ഞ എന്താണ്, കമ്പൈലറെ സ്ക്രീനിലേക്ക് എൻ്റർ എ നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ അത് കമ്പൈലറിനോട് സി ലാംഗ്വേജിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് ഡിസ്പ്ലേ. പിന്നെ നമ്മൾ കമ്പൈലറിനോട് എന്താ പറയുന്നത്, കമ്പൈലറെ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനെ റീഡ് ചെയ്ത് നമ്പർ എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ കൊണ്ടുവയ്ക്കൂ. അതിന് സി ഭാഷയിൽ ഇങ്ങനെയാണ് എഴുതുക, സ്കാൻഎഫ് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നു എന്താ യൂസർ ഇൻപുട്ട് ചെയ്ത ഡാറ്റ. അത് ഇൻറ്റീജർ ഡാറ്റയാണെങ്കിൽ %d എന്നുള്ള ഫോർമാറ്റ് സ്പെസിഫയർ അഡ്രസ് ഓഫ് നമ്പർ, എവിടേക്കാണ് അയക്കേണ്ടത് അതിൻ്റെ അഡ്രസ്സ്, നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്. അപ്പോൾ കമ്പൈലറിനോട് നമ്മൾ പറയുന്നത് സി ഭാഷയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്, സ്കാൻഎഫ് %d അഡ്രസ് ഓഫ് നമ്പർ. അപ്പോൾ നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്ത് 25 ആണെങ്കിൽ 25 ഇവിടെ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ കമ്പൈലറിനോട് പറയുന്നത് വെച്ചാൽ ചെക്ക് ചെയ്യാൻ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും, ഇഫ് സ്വിച്ചൊക്കെ. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് ഈ വാല്യൂ ഇതിലുള്ള വാല്യൂ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്തില്ല, 1 താഴെയാണെങ്കിൽ 1 താഴെയാണെങ്കിൽ അത് പ്രൈം അല്ല എന്ന് പ്രിൻ്റ് ചെയ്യണം. അതിനാണ് ഇങ്ങനെ എഴുതിയ പ്രിൻ്റ് നമ്പർ %d ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നമ്പർ എൻ്റർ ചെയ്ത നമ്പർ, ഇപ്പം നമ്പർ 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സി ഭാഷയിൽ ഇങ്ങനെ എഴുതുക, പ്രിൻ്റ് ഓഫ് ഡബിൾ കൊട്ടേഷനിൽ നമ്പർ എന്താണ് വാല്യൂ വേണ്ടടുത്ത് %d അതിൻ്റെ പ്ലേസ് ഹോൾഡർ വയ്ക്കുക. ഇൻറ്റീജറിന് %d ആണ്. ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തിട്ട് ഈ %dയിലേക്ക് വരേണ്ട വാല്യൂ ഏത് വേരിയബിളാണ് ആ വേരിയബിളിൻ്റെ വാല്യൂ കൊടുക്കുക. നമ്പർ എന്നുള്ളതിൻ്റെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യും, റീപ്ലേസ് ചെയ്യും. ദെൻ റിട്ടേൺ 0 നമുക്ക് എക്സിറ്റ് ആവണം. അല്ലെങ്കിൽ ഇപ്പോൾ 1 അല്ല അതിന് മേലെയാണെങ്കിൽ നമ്മൾ ആ നമ്പറിനെ 2 തൊട്ട് ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് വരെ ഡിവൈഡ് ചെയ്ത് വയ്ക്കാൻ മതി. ഇപ്പോൾ 25 ആണെങ്കിൽ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5, ദാറ്റ് ഈസ് I സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു നമ്പർ. അതുവരെ നമ്മൾ കമ്പയർ ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. അപ്പം നമ്മൾ എല്ലാ നമ്പറും ചെക്ക് ചെയ്യേണ്ട, 2 തൊട്ട് I സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു ദിസ് നമ്പർ വരെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 വരെ ചെക്ക് ചെയ്യാം, 2 മുതൽ. അപ്പോൾ ആദ്യം ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, ഡിവൈഡ് ചെയ്ത് പോകണ്ടോ നോക്കും. അപ്പോൾ ആ നമ്പറിനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കൊടുത്ത നമ്പർ 2 കൊണ്ട്, I2 ആണല്ലോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പ്രൈം അല്ല എന്ന് ഉടൻ തന്നെ പറയാം. ഫ്ലാഗിൽ 1 ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ നിന്ന് പുറത്ത് കിടക്കും, നേരെ ഫോർ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. അല്ല ഇതിപ്പോൾ 25 ഡിവിസിബിൾ അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നില്ലെങ്കിൽ അടുത്തെടുക്കും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 0 ആണെങ്കിൽ ഫ്ലാഗ് 1 ആക്കി ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 4, അങ്ങനെ 5 വരെ എത്തും. 5 എത്തിയപ്പോൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. 25/5 റിമൈൻഡർ 0 ആണ്. 0 ആകുമ്പോൾ ഉടൻ എന്താവും, ഫ്ലാഗിനെ 1 ആക്കുക. അപ്പോൾ ഏതെങ്കിലും അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉടൻ ഫ്ലാഗ് 1 ആവും. ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു വേറൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ അത് പ്രൈം അല്ല എന്ന് പറയുക. അപ്പോൾ പിന്നെ ചെക്കിങ് ഉടൻ നിർത്തുക, ബ്രേക്ക് ചെയ്തു ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഫ്ലാഗിലെ വാല്യൂ നോക്കാം. ഫ്ലാഗിലെ വാല്യൂ 0 ആണെങ്കിൽ അത് പ്രൈമാണ്, അല്ലെങ്കിൽ അത് നോട്ട് പ്രൈം എന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 0,
ഫ്ലാഗിലെ ഈക്വൽ ടു ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫ്ലാഗിലെ വാല്യൂ 0 ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ ടു ആണെങ്കിൽ ഫ്ലാഗിലേക്ക് 0 അസൈൻ ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഫ്ലാഗിലെ വാല്യൂ 0 ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഒരു എൽസ്. ഫ്ലാഗിലെ വാല്യൂ 0 അല്ലെങ്കിൽ ഇവിടേക്ക് വരും. അപ്പോൾ 0 അല്ല, 1 ആണ്. പ്രിൻറ്റ് നമ്മൾ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് പ്രിൻ്റ് എഫ് ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്പർ %d ഇസ് നോട്ട് പ്രൈം കോമ നമ്പർ. ഈ വാല്യൂ %d എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡറാണ്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ വാല്യൂ 25 ഈ %ഡിയുടെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്പർ 25 ഈസ് നോട്ട് പ്രൈം എന്ന് വരും. അതല്ല, ഇപ്പോൾ നമ്മൾ 25 പകരം ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് 19 ആണെന്ന് വിചാരിക്കാം. വാല്യൂ 19 ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ 19 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിവിടെ എൻ്റർ എ നമ്പർ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്തു. ലെസ് ദാൻ ഇവിടേക്ക് വരും. ലെസ് ദാൻ ഈക്വൽ ടു 1 അല്ല, ഇവിടെ വരും. 2 തൊട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ഓരോ പ്രാവശ്യം ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 19 ഒന്നിലും ഡിവൈഡ് ചെയ്ത് പോണില്ലല്ലോ. അപ്പോൾ ഈക്വൽ ടു 0 ഒരിക്കലും വരില്ല. അപ്പോൾ ഇവിടെ ഫ്ലാഗ് ഒരിക്കലും 1 ആവില്ല. അങ്ങനെ ലാസ്റ്റ് ഇത് കഴിയുമ്പോൾ നേരെ ഇവിടെ വരും. ഫ്ലാഗിലപ്പോൾ 19 ആകുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് പോണില്ല. ഫ്ലാഗിൽ എന്തായിരിക്കും? 0 ആണ്. ഇവിടെ എത്തുമ്പോൾ ഫ്ലാഗിൽ 0 ആണെങ്കിൽ അത് പ്രൈം നമ്പർ. അതല്ല, നമ്മളിപ്പോൾ ഇവിടെ 16 ആണെങ്കിൽ 16നെ ഡിവൈഡ് ചെയ്തുപോലെ 4 എത്തുമ്പം നമുക്കിതിനെ ഏതെങ്കിലും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 2 കൊണ്ട് നമ്പർ 16 മോഡുലാ 2 എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ ഉടൻ അത് 1 ആക്കിയിട്ട് ഫ്ലാഗിൽ 1 ആക്കിയിട്ട് ബ്രേക്ക് ചെയ്യും, പുറത്തേക്ക് കിടക്കും. ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും. പിന്നെ അടുത്ത നമ്പറൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും അത് ഡിവൈഡ് ചെയ്ത് പോയാൽ ഫ്ലാഗ് 1 ആക്കുക, ഇവിടേക്ക് വരാം. ഫ്ലാഗ് 1 ആണെങ്കിൽ നോട്ട് പ്രൈം എന്നറിയാം, അല്ലെങ്കിൽ ഈസ് പ്രൈം എന്നറിയാം. ഇങ്ങനെയാണ് നമ്മൾ സി ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു പ്രോഗ്രാമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം.